കുറ്റപ്പുഴയിൽ നിന്നും മുത്തൂരിലേക്കുള്ള പാതയിലെ ചെറുകവല ഈ കവലയിൽ ഈ ഭാഗത്ത് ഇന്നലെ ഉച്ചയ്ക്ക് 2:45 കൂടിയാണ് അപകടമുണ്ടായത്. റോഡിന്റെ രണ്ട് വശത്തായുള്ള പോസ്റ്റുകളിൽ വലിച്ചു കെട്ടിയിരുന്ന പ്ലാസ്റ്റിക് കയർ കഴുത്തിൽ കുടുങ്ങിയാണ് അപകടമുണ്ടാകുന്നത്. പായിപ്പാട്ടെ ഭാര്യ വീട്ടിൽ പോയി സിയാദും ഭാര്യയും മക്കളും സ്കൂട്ടറിൽ വരികയായിരുന്നു. ആ ഭാഗത്തു നിന്നും നേരെ ഇവിടെ എത്തിയപ്പോഴാണ് റോഡിൽ കുറുകെ കെട്ടിയ വടത്തിൽ കയറിൽ കഴുത്ത് കുരുങ്ങി അദ്ദേഹം റോഡിലേക്ക് തലയടിച്ച് വീണത്. ഇവിടെയാണ് മുന്നറിയിപ്പ് എന്നുള്ള സൂചനയിൽ കയർ കെട്ടിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ നിന്ന് ഏറെക്കുറെ 200 മീറ്റർ മാറിയാണ് മരം മുറി നടന്നിരുന്നത്. ചുരുക്കത്തിൽ ഇവിടെ മുന്നറിയിപ്പ് നൽകുന്നതിനായി ഒരു ബോർഡോ അല്ലെങ്കിൽ ആരെങ്കിലും നിന്ന് വാഹനം വഴിതിരിച്ചു വിടാനുള്ള ശ്രമം ഉണ്ടായില്ല. അതുതന്നെയാണ് ഈ അപകടത്തിലേക്ക് വഴിവെച്ചത്. ചേട്ടൻ ഇവിടെ എത്തുമ്പം എന്തായിരുന്നു കണ്ടത്? 4 പേരും അവർ വണ്ടിയിൽ ഈ കയറ് കുരുങ്ങി വീണു. എന്നാൽ ഇവിടുന്ന് ആൾക്കാരെല്ലാവരും കൂടെ നേരെ ആശുപത്രി കൊണ്ടുപോകായിരുന്നു. അതിൽ മരിച്ച സിയാദും പിന്നെ പുള്ളിയുടെ വൈഫും 2 കൊച്ചു കുഞ്ഞുങ്ങളുമായിരുന്നു. അവിടെ തന്നെ ഇവിടുന്ന് ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ അപകട കാരണം ഇതാണ്, ഈ കയറ് വലിച്ചു കെട്ടി അതിൽ യാതൊരു സിഗ്നലും ഇല്ലാതെ കൊണ്ടുവന്ന് കെട്ടി. അല്ലെങ്കിൽ ഒരു പോലീസുകാർ മുത്തൂറ്റാണെങ്കിൽ 3-4 പോലീസുകാർ നിൽക്കുന്നതാണ്, അവിടെ പോലീസുകാർ പോലും ഇല്ല. ഒരു പോലീസുകാരെ ആരെങ്കിലും ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് ഈ പണി ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ആ ജീവൻ പോകത്തില്ലായിരുന്നു. ഈ അപകടത്തിന് ശേഷം കയറിൽ റിബൺ കെട്ടി പ്രതിസ്ഥാനത്ത് വരാൻ സാധ്യതയുള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആക്ഷേപം കൂടി ഉയർന്നു വന്നിട്ടുണ്ട്. സംഭവത്തിൽ മരം മുറിക്ക് കരാറെടുത്ത ആളടക്കം 6 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതിൽ ഏതാനും ആളുകളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഈ ആളുകളുടെ ഭാഗത്തു നിന്നുള്ളതാണ് FIR-ൽ തന്നെ പറയുന്നത്. അതായത് ഈ കരാറുകാരൻ്റെ രാവിലെ മുനിസിപ്പൽ അധികാരികളടക്കമുള്ളവർ വന്ന് പറഞ്ഞ് കൃത്യമായ കാര്യങ്ങളായിരുന്നു. ഒരാളുണ്ടായിരുന്നു, വ്യക്തമായ ഒരു അടയാളം ഈ റോഡ് ക്രോസാന്നുള്ള കാര്യം എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കരാറുകാരൻ ചെയ്തൊരു അനാസ്ഥ എന്ന് പറഞ്ഞാൽ വ്യക്തമായി പോലീസിനെ അറിയിച്ചു. അപ്പോൾ ഞങ്ങൾ മുനിസിപ്പാലിറ്റി എന്നുള്ള നിലയിൽ ചുമതലക്കാരൻ ചോദിച്ചതാണ്. അവൻ പറഞ്ഞു പോലീസിനെ അറിയിച്ചെന്ന് പറഞ്ഞു. അവർക്കൊക്കെ അത്രയല്ലേ ചെയ്യാൻ പറ്റും, കരാറുകാരനല്ലേ ബാക്കിയൊക്കെ ചെയ്യേണ്ടത്. മുത്തൂർ സർക്കാർ സ്കൂൾ വളപ്പിൽ അപകടകരമായ നിലയിൽ നിന്ന് മരം മുറിക്കാൻ നഗരസഭയാണ് കരാർ നൽകിയത്. PK രാജൻ എന്ന കവിയൂർ സ്വദേശിയാണ് ഇതിന്റെ കരാർ ഏറ്റെടുത്തത്. അദ്ദേഹത്തിന്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2 കുറ്റങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. വേണ്ടത്ര മുൻകരുതൽ സ്വീകരിച്ചില്ല, അപകടം ഉണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പ്രവർത്തിച്ചു എന്നിവയാണ് ആ വകുപ്പുകൾ. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം സിയാദിന്റെ മൃതശരീരം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. കുന്നമ്മയിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പൊതുദർശനത്തിൽ വെച്ച മൃതശരീരത്തിൽ 100 കണക്കിന് ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാനെത്തി. ആലപ്പുഴയിൽ നിന്നും രഘുനാഥ് നാരായണനൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.